ദുൽഖർ സൽമാന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് കാന്ത. ഈ സിനിമ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് വളരെയധികം വർക്കായിട്ടൊരു സിനിമയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇതിൻ്റെ ഒരു കഥ നടക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് 1950s ആണ്. വിച്ച് മീൻസ് വെൻ ഐ വാസ് നോട്ട് ബോൺ, വെൻ മൈ പാരൻസ് വർ നോട്ട് ബോൺ. ആ ഒരു ടൈമിലാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത്. ആൻഡ് ദാറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് for a person like me who is a movie buff, or who understands, or who is interested in watching and knowing more about films. പക്ഷെ ഇതിൽ അങ്ങനെ നമുക്ക് we can see different kind of equipments that were used during that period. അങ്ങനത്തെ പരിപാടികളൊക്കെ കാണാൻ പറ്റും. പഴയ സിനിമയ്ക്ക് ഉപയോഗിച്ചിരുന്ന ക്യാമറ, അല്ലെങ്കിൽ ആ ഒരു രീതികൾ എങ്ങനെയാണ്, പഴയ എഡിറ്റ് ചെയ്യുന്ന മിഷൻ, ഏതാ മിഷൻ എന്ന് എനിക്കറിയില്ല, മൂവിയോളോ അല്ലെന്ന് തോന്നുന്നു. അതിനേക്കാൾ മുമ്പുള്ള എന്തൊക്കെയോ പരിപാടികളാണ് അതിൽ അങ്ങനെ കാണിക്കുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ MK മഹാദേവൻ എന്ന സൂപ്പർ സ്റ്റാർ, അത് ചെയ്തിരിക്കുന്ന ദുൽഖർ സൽമാനാണ്. പിന്നെ ഭാഗ്യശ്രീ ബോസെയാണ്, ഷീസ് ദ ഫീമെയിൽ ലീഡ്. ഹീറോയിനായിട്ട് വരുന്ന ഭാഗ്യശ്രീ ബോസെ ആൻഡ് സമുദ്രക്കനി അയ്യ എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ്. ഡയറക്ടറാണ് ബേസിക്കലി സിനിമയിൽ. അപ്പോൾ ഇയാളൊരു സിനിമ ചെയ്യാണ്. ദിസ് പേഴ്സൺ ഇസ് ഡൂയിങ് എ മൂവി വിത്ത് ദുൽഖർ സൽമാൻസ് മഹാദേവൻ, ക്യാരക്ടർ മഹാദേവൻ. ഇയാളിൽ പിന്നെ ഭാഗ്യശ്രീ ബോസ് ഇവർ സിനിമ ചെയ്യാണ്. അപ്പോൾ സിനിമ ചെയ്യുന്ന ഇടയ്ക്ക് നടക്കുന്ന അവർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് എന്ന് പറയുമ്പോൾ ദുൽഖർ സൽമാൻ്റെ MK മഹാദേവൻ ആൻഡ് അയ്യ, അവർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് നമ്മുടെ അയ്യപ്പനും ഘോഷിയുമായിട്ടൊരു സംഭവമാണ്. പക്ഷെ അത് ആ സമയത്ത് നടക്കുകയും അതിൻ്റെ ഒരു തീക്ഷ്ണത ഭയങ്കര ഒരു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു ഡിഫറെൻറ്റ് ഫീലാണ് ഒരു പ്രേക്ഷകന് നൽകുന്നത്. കാരണം ഇപ്പോൾ നടക്കുന്ന കഥയെല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അന്ന് കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കണം നടന്നിട്ടുള്ള, നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള കഥകളും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആവാം. കാരണം ഈഗോ ക്ലാഷ് എല്ലാ കാലത്തും ഉള്ളതാണ്. അന്ന് കാലത്ത് കാണുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ്, ഒരു രസമായിട്ട് സെൽവരാജ് എന്ന് പറയുന്ന ഡയറക്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ ബേസിക്കലി ഇതിൻ്റെ ഒരു കഥ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 1950s നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ മോഡേൺ സ്റ്റുഡിയോസ് എന്ന് പറയുന്ന സ്റ്റുഡിയോ ആണ് നമുക്ക് കാണിക്കുന്നത്. നമ്മൾ പണ്ട് അറിയുന്ന AVM സ്റ്റുഡിയോസ്, അതുപോലെ ഭരണി, അങ്ങനത്തെ സ്റ്റുഡിയോസ് ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഈ സിനിമയും. സിനിമയുടെ കഥയിൽ പ്രണയവും വരുന്നുണ്ട്, റിവഞ്ച് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈഗോ, നേരത്തെ പറഞ്ഞ മാതിരി ഈഗോ, ഒരു ഇൻവെസ്റ്റിഗേഷൻ പരിപാടി വരുന്നുണ്ട്, ചെറിയൊരു മർഡർ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് സിനിമയിൽ. അപ്പോൾ ഇതെല്ലാം വളരെ രസകരമായിട്ട് തന്നെ, രസകരം എന്ന് പറയുമ്പോൾ ഭയങ്കര തമാശ എന്നുള്ള രീതിയിലല്ല, ബട്ട് ദെൻ ഭയങ്കര ഒരു നല്ലൊരു ക്രാഫ്റ്റ് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഡയറക്ടറിനെ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ.